ഹായ് ഓൾ ജിൻസ് കോക്ക് പൊന്മാൻ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ പുള്ളി തന്നെയാണ് പ്രൊഡക്ഷൻ ഡിസൈനറും. ബേസിക്കലി ആർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് വെറുതെ കുറേ അനാദി സെറ്റിട്ട് അങ്ങനെ പൈസ ചിലവാക്കുന്ന പരിപാടിയില്ല. കുമ്പളങ്ങിയിലൊക്കെ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് ആർട്ട് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവരുത് ഇത് പരിപാടി സെറ്റിട്ടാണെന്ന്. ആ ലെവലിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾസോ ഈസ് ദ ഡയറക്ടർ. പ്രൊഡ്യൂസർ അജിത് വിനായക. GR ഇന്ദുഗോപനാണ് റൈറ്റർ. ജസ്റ്റിൻ മാത്യു ഉണ്ട്. അദ്ദേഹത്തിന് തന്നെ GR ഇന്ദുഗോപന് തന്നെ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ്. നോർമലി മിക്കപ്പോഴും സംഭവിക്കുന്നത്, സാധാരണയായിട്ട് കോമൺലി സംഭവിക്കുന്നത്, ഈ നോവലോ കഥയോ ഒക്കെ സിനിമയാക്കുമ്പോൾ അതിൻ്റെ എസെൻസ് അങ്ങ് നഷ്ടപ്പെട്ടു. അങ്ങനെ അപൂർവമായിട്ട് മാത്രമേ അതേ ഒരു കണ്ടൻറ് എടുത്തിട്ട് അതേ ഒരു ഡെപ്തിൽ അത് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാറുള്ളൂ. ഇത് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളിൽ പെടുത്താവുന്ന നന്നായി വന്നിട്ടുള്ള ഒരു സിനിമയാണ് പൊന്മാൻ. DOP സനു ജോൺ വർഗീസ് നല്ല വർക്കായിരുന്നു. എസ്പെഷ്യലി നൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര നാച്ചുറലായിരുന്നു. നിതിൻ രാജ് ആരോളാണ് എഡിറ്റർ. പുള്ളിയും ഈ സിനിമയുടെ പേസ് പിടിച്ചിട്ട് വളരെ ഈസ്തെറ്റിക്കലാണ് ചെയ്തേക്കുന്നത്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ജസ്റ്റിൻ വർഗീസ്. മികച്ചൊരു വർക്കാണ്. കാരണം ഈ സിനിമയുടെ ഇതിൻ്റെ ഒരു പതിഞ്ഞ സ്വഭാവമുണ്ട്. അതിനനുസരിച്ചുള്ള പരിപാടിയാണ്. തീരെ ലൗഡല്ല, ഒരുപാട് ലൗഡാക്കാതെ. എസ്പെഷ്യലി സജിൻ ഗോപുവിനൊക്കെ കൊടുത്തിരിക്കുന്ന സ്കോർ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കയറി വരുന്നതിനനുസരിച്ച് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്കോറും. അതുപോലെ പടത്തിന് മൊത്തത്തിൽ ആ ഒരു മീറ്റർ പിടിച്ചാണ് ചെയ്തേക്കുന്നത്. തുടക്കത്തിലൊരു സോങ് ഉണ്ട്, അത് അശുഭ മംഗളകാരി പോലെ തന്നെ സൂപ്പർ ശരണയിൽ, അതും ജസ്റ്റിൻ വർഗീസിന് ചെയ്താണ്. സമാനമായിട്ടുള്ള ഒരു സോങ് അതിലാണ് കൊല്ലം കാണിക്കുന്നത്. അപ്പോൾ കൊല്ലം ആണ് കഥ നടക്കുന്നത്. ആ ഒരു സെറ്റിംഗ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ജോഗ്രഫി, ഇത് കായൽ പ്രദേശം, കടൽ പ്രദേശം, മണ്ടത്തുരത്തിലൊക്കെ ഷൂട്ട് ചെയ്ത പടമാണ്. അപ്പോൾ അവിടുത്തെ അവരുടെ ലൈഫ് കാണിക്കാൻ ആ സോങ് അതിലേക്ക് നമ്മളെങ്ങനെ പടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രീതി ഉണ്ടല്ലോ, അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. അത് വളരെ നല്ല രീതിക്ക് ആ സോങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ശങ്കർ നായസൻ, KC സിദ്ധാർത്ഥൻ, അതുപോലെ മിക്സ് ചെയ്തിരിക്കുന്ന അരവിന്ദ് മേനോൻ. സൗണ്ടിൻ്റെ പരിപാടിയും ഈ വിഷ്വൽസിനോട് തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ആ പ്രദേശത്തിനുണ്ട്. ഈ ഒരു കായൽ പ്രദേശം, അവിടുത്തെ വള്ളക്കാർ, വലക്കാർ, പിന്നെ പള്ളിക്കാർ, ഇങ്ങനെ പറഞ്ഞിട്ട് ചെമ്മീൻ കെട്ട്, അതായത് ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൺവിൻസിങ് ആണ്. ഇതേ സിനിമ വേറൊരു പ്രദേശത്താണ് സെറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും കൺവിൻസിങ് ആവില്ല. കാരണം അവിടെ ഇതൊക്കെ നടക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയ്ക്ക് അകത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഗ്രേ ആണ്, ബ്ലാക്കും അല്ല വൈറ്റും അല്ല. അതായത് എല്ലാവരുടെയും സാഹചര്യത്തിൽ അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ സ്ട്രഗിളാണ്, അവരുടെ എക്സിസ്റ്റൻസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡോമിനേഷൻ, കോമ്പറ്റീഷൻ. അതായത് മനുഷ്യൻ ബേസിക്കലി എന്താണെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. മനുഷ്യന് ആർത്തിയുണ്ട്, അതേസമയം മനുഷ്യന് വിട്ടുകൊടുക്കാനും മടിയാണ്. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അതായത് ഒരേ സമയം ഇതിൻ്റെ എഴുത്തിലും ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന രീതിയിലും അതിനൊക്കപ്പുറത്തേക്ക് പെർഫോമൻസസും ഉണ്ട്. ബേസിൽ ജോസഫ് ചെയ്തിട്ടുള്ള PP അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം വല്ലാത്തൊരു കഥാപാത്രം കേട്ടോ. ആ കഥാപാത്രത്തിൻ്റെ കൺസിസ്റ്റൻസി പ്ലസ് ബേസിങ്ങിൻ്റെ ആക്ടിങ് കൺസിസ്റ്റൻസി, അത് രണ്ടും എടുത്ത് പറയണം. കാരണം ബേസിൽ ചെയ്തിട്ടുള്ള സ്ഥിരം റോൾസിനേക്കാളും കുറച്ചുകൂടെ ഭയങ്കര ടഫാണ്, ഇത് കൺവേ ചെയ്യാൻ ടഫാണ്. പക്ഷെ അതിന് സ്ക്രിപ്റ്റിൻ്റെ ബലം നന്നായിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടർ ബേസിൽ അല്ല ചെയ്തതെങ്കിൽ ഒരു അയ്യപ്പനും കോശിയും ഒക്കെ പോലെ ആ ലെവലായി പോകും. കാരണം ഒരു ഭയങ്കര ഡോമിനൻറ്റ് ഒരു മെയിൽ, ഒരു മാസ്കുലിൻ മെയിൽ, ആ ഒരു ഈഗോ അല്ല ഇവിടെ വർക്കാവുന്നത്. ഇതൊരു എക്സിസ്റ്റൻസ് ആണ്, ഒരു സ്ട്രഗിളാണ്. അപ്പോൾ അത് ബേസിലിനെ വെച്ചിട്ട് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ബേസിലല്ല ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത് എങ്കിൽ, ബേസിലിൻ്റെ ഫിസിക്കൽ ഒരാളല്ല എങ്കിൽ ഈ സിനിമയുടെ ഡയമെൻഷനെ മാറി ഇതൊരു നോർമൽ സിനിമയായി പോനെ. അപ്പുറം നിൽക്കുന്നത് ആരാ അറിയാലോ, സജിൻ ഗോപു, നമ്മുടെ അമ്പാനെ ഏതാ ആക്ടിങ്. അതായത് ഇതിന് മുമ്പ് പുള്ളി ചെയ്ത അമ്പാനെ നിങ്ങൾക്ക് ഇതിൽ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. കാരണം വളരെ വളരെ സാധ്യത കൂടുതലാണ്. അമ്പാൻ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ അത് അടുത്തതിൽ കാര്യം വരാൻ സാധ്യത കൂടുതലാണ്. ഒരു ബ്രില്യൻ്റ് ആക്ടർക്ക് മാത്രമേ അത് തീരെ വരാതെ പിടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് പുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും തങ്കോ, മറ്റേ ചുരുളിയിലെ സാധനം. ഇനി അത് പറയേണ്ട ആവശ്യമില്ല, അമ്പാൻ, ദ നെയിം ഈസ് ഇനഫ്. 4-5 ചെറുപ്പക്കാരുടെ കഥയാണെങ്കിൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമുണ്ട്. സ്ത്രീ കഥാപാത്രം ബിജോമോൾ ചെയ്ത കഥാപാത്രം. ഗംഭീര ആക്ടിങ് ബിജോമോൾ, ഗംഭീര ആക്ടിങ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ ഇമോഷൻസും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും, ഉടനീളം കാണാൻ പറ്റും. എടുത്തു പറയേണ്ട മറ്റൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ആനന്ദ് മന്മഥൻ്റെ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും കിടുവാണ്. അതിൽ കുറച്ച് പാർട്ടിക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കാനുണ്ട്. പക്ഷേ ആ കഥാപാത്രം അദ്ദേഹം ചെയ്തിരിക്കുന്ന രീതി ഒരേ ലെവൽ ആനന്ദ് മന്മഥൻ. ദീപക് പറമ്പോലും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു യേശു ക്രിസ്തുവിൻ്റെ ഷെയ്ഡിലുള്ള രൂപത്തിൽ തന്നെയുള്ള ഒരു കഥാപാത്രമാണ്. അദ്ദേഹം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എ ഹോൾ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ പരസ്പരം ലോക്കാവുന്ന, അതിന് നല്ലൊരു സെറ്റിംഗ് ഉള്ള, ഈ ഒരു ജോഗ്രഫിക്കൽ സെറ്റിംഗ് ഉള്ള
അതിനെ എല്ലാ അർത്ഥത്തിലും ഈസ്തെറ്റിക്കലി ആയി കഴിഞ്ഞാലും പിന്നെ ടെക്നിക്കലി ആയി കഴിഞ്ഞാലും എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള നല്ല ഒരു സിനിമ. അതാണ് പൊന്മാൻ ഫോർ മീ. പിന്നെ ഇതിൻ്റെ ടെയിൽ ആൻഡ് ഈസ് ലൈക്ക് ഐസിങ് ഓൺ ദ കേക്ക്. അതുപോലെ പ്യുവർ ഗോൾഡ്. അതായത് സ്പൂൺ ഫീഡിങ് ഇല്ല പരിപാടി. സ്പൂൺ ഫീഡിങ് ഇല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെയാണ്. ഇതിൽ ബേസലിൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യും, നമ്മൾ എൻജോയ് ചെയ്യും. യെസ്, നമ്മൾ ഫൈറ്റ് ചെയ്യും, എൻജോയ് ചെയ്യും. പൊന്മാൻ.